യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്കും നിമിഷപ്രിയയുടെ കുടുംബത്തിനുമൊക്കെ ആശ്വാസകരമായ വാർത്തയാണ് കഴിഞ്ഞ രാത്രി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പുറത്തുവിട്ടത്. അത് മറ്റൊന്നുമല്ല, നിമിഷപ്രിയയുടെ വധശിക്ഷ അവിടെ റദ്ദാക്കപ്പെട്ടു എന്ന വാർത്തയാണ്. ഇത് ഏറ്റവും അധികം ഇതിൻ്റെ ഈ വാർത്തയുടെ ക്രെഡിറ്റ് പോകുന്നത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന യുവ MLA-ക്കാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എന്ന MLA-ക്കാണ്. എങ്ങനെയാണ് ചാണ്ടി ഉമ്മന് ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്? പക്ഷേ അദ്ദേഹം ഒരിടത്തും എത്തിയിട്ടില്ല, ഒരിടവും വന്ന് ഞാനാണിത് ചെയ്തത് എന്ന് പറഞ്ഞു വരുന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഞാൻ എടുത്തു പറയുന്നത്. ചാണ്ടി ഉമ്മനാണ് കാന്തപുരത്തെ കണ്ടിട്ട് ഈ കേസിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടത്. കാരണം കാന്തപുരത്തിന് യമനിലുള്ള മത നേതാക്കളുമായി, മതപ്രഭാഷകരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ചാണ്ടി ഉമ്മൻ കാന്തപുരത്തെ പോയി കാണുകയും അദ്ദേഹത്തോട് സഹായം, നിമിഷപ്രിയയുടെ കേസിൽ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കാന്തപുരം ഇടപെട്ട് അവിടെയുള്ള മതപണ്ഡിതരെ കൊണ്ട് ഈ തലാൽ അഹമ്മദിൻ്റെ വീട്ടുകാരുമായി, അതായത് നിമിഷപ്രിയ കൊന്നു എന്ന് പറയപ്പെടുന്ന യമൻ പൗരൻ്റെ വീട്ടുകാരുമായി ഈ മത നേതാക്കളൊക്കെ സംസാരിച്ചത്. അതിൻ്റെ പിന്തുടർച്ചയായാണ് ഇക്കഴിഞ്ഞ ജൂലൈ 16 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ ഒരു പക്ഷേയെങ്കിൽ നമുക്കൊപ്പം ഉണ്ടാവുകയില്ലായിരുന്നു. ഈ കാന്തപുരത്തിൻ്റെ ഇടപെടൽ വന്നതുകൊണ്ടാണ് ആ വധശിക്ഷ നീട്ടിവെച്ചത്. ഇപ്പോഴത് റദ്ദാക്കി എന്ന് പറയുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ നാടകം കൂടി നടക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വന്നില്ല. കാന്തപുരം അവിടെ നടന്ന സംഭവം പുറത്ത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ BJP-ക്കാർക്ക് ഇരിക്കപ്പൊറുതിയില്ല. BJP-ക്കാർ പറയുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി, അത് കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ BJP സർക്കാരാണല്ലോ, വിദേശകാര്യ മന്ത്രാലയം എന്ന് പറയുമ്പോഴും BJP-യുടേതാണല്ലോ. അവർ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുകയില്ല എന്ന് കൈകഴുകുകയാണ്. കാരണം ഇതൊന്നും അവിടെ നടന്നിട്ടില്ല, ഇതൊക്കെ വെറുതെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നതാണ്. അവിടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന പദവിയിലുള്ള കാന്തപുരം അവിടെ ഷൈഖ് ഉമർ ഹഫീസ് എന്ന് പറയുന്ന അവിടുത്തെ മതപണ്ഡിതനുമായാണ് ചർച്ചകൾ നടത്തിയത്. ഈ ഷൈഖ് ഉമർ ഹഫീസ് ഈ യമനിൽ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. ഈ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നു, ഈ തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടയ്ക്കുന്നു. തലാലിൻ്റെ സഹോദരൻ പറയുന്നു, ദയാധനം ഞങ്ങൾക്ക് വേണ്ട, വധശിക്ഷ നടപ്പാക്കണം, റദ്ദാക്കിയെന്ന വാർത്ത തെറ്റാണെന്നൊക്കെ അയാൾ പോസ്റ്റ് ഇട്ടയ്ക്കുന്നു എന്നാണ് ഒരു വിഭാഗം ആളുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ യമനിലെ നിയമമനുസരിച്ച് അവിടെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞതും എഴുതിയതും വായിച്ചതും കേട്ടതുമായ അനുഭവത്തിൽ നിന്നാണ്, അറിവിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. അവിടെയുള്ള നിയമമനുസരിച്ച് രക്ഷിതാക്കൾക്കാണ് ഒന്നാമത്തെ അവകാശം, രണ്ടാമത്തെ അവകാശം മക്കൾക്കാണ്. ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന തലാലിൻ്റെ രക്ഷിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, തലാലിൻ്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ അഭിപ്രായത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അവരുമായിട്ടാണ് ഈ ഷൈഖ് ഉമർ ഹഫീസൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അവർ പറയുന്നത്, ഞങ്ങൾ ദയാധനം സ്വീകരിച്ച് ഈ വധശിക്ഷ റദ്ദാക്കാം, ഒഴിവാക്കാനുള്ള നടപടികളുമായി സഹകരിക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പാണ് അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഇന്നലെ പുറത്തുവിട്ടത്. ഏതായാലും അത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ഇതേ അവസരം തന്നെ നിമിഷപ്രിയയുടെ മകൾ മിഷേൽ, ഭർത്താവ് ടോമി, അവർ യമനിലെത്തിയിട്ടുണ്ട്. മിഷേൽ 3 വയസ്സുള്ളപ്പോഴാണ് അമ്മ നാട്ടിൽ നിന്ന് പോകുന്നത്. ഇപ്പോൾ 13 വയസ്സായ പെൺകുട്ടിക്ക്. മിഷേൽ ഇംഗ്ലീഷും മലയാളവും കലർന്ന ഭാഷയിൽ അവിടെ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മ ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ അമ്മയെ വിട്ടുകിട്ടണം, എൻ്റെ അമ്മയെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് ജീവനോടെ തിരികെ കൊണ്ടുപോകണം, അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കാരുണ്യം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, കാരുണ്യം കാണിക്കണം ഞങ്ങളോടെന്ന് ആ മകൾ വിലപിക്കുന്നുണ്ട് യമനിൽ. അതുപോലെ ഭർത്താവ് ടോമിയും പറയുന്നുണ്ട്, ഭാര്യയെ ജീവനോടെ തിരികെ വേണം, ജീവനോടെ തിരികെ ഞങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോകണം എന്ന് ഭർത്താവ് ടോമിയും പറയുന്നുണ്ട്. ഈ നിമിഷപ്രിയയുടെ അമ്മ കുറേ കാലമായി അവിടെ തന്നെയാണുള്ളത്. 2020 നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. 2017 കേസിനാസ്പദമായ കൊലപാതകം നടക്കുന്നത്. ഈ കഥകളൊക്കെ ഞാൻ മുമ്പ് പല വാർത്താ ശകലങ്ങളായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 2020 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, അതായത് വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് സുപ്രീം കോടതി 2024 ഇവരുടെ അപ്പീലുകളൊക്കെ തള്ളി വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 2025 ജൂലൈ 16 തൂക്കിലേറ്റണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് ഉത്തരവ് കൈമാറിയത്. ആ ഉത്തരവാണ് ഇപ്പോൾ ആദ്യം മാറ്റിവെച്ചു, ഇപ്പോഴിത് റദ്ദാക്കി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ ഒന്നാമത് ക്രെഡിറ്റ് പോകേണ്ടത് ചാണ്ടി ഉമ്മൻ MLA-ക്കാണ്.
അദ്ദേഹത്തിന്റെ ഫാദറിന്റെ അച്ഛന്റെ പാത പിന്തുടർന്നാണ് ഗവർണർ അർലേക്കറെയും അതുപോലെ തന്നെ കാന്തപുരത്തെയൊക്കെ പോയി കണ്ടിട്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കണം, അത് അച്ഛന്റെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അത് നടപ്പിലാക്കി തരണം എന്ന് അഭ്യർത്ഥിച്ചത്. ആ അഭ്യർത്ഥനയുടെ പുറത്താണ് കാന്തപുരമൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനുണ്ട്, സാമുവൽ ജോർജ് ഉണ്ട്, അവരൊക്കെ അവിടെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൂട്ടായ പരിശ്രമത്തിന്റെ വിജയം കൂടിയാണ് ഈ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വാർത്ത. അതിൽ അരിശമ്പുണ്ട്, കലിപുണ്ട്. നമ്മുടെ സർക്കാർ, അതായത് കേന്ദ്ര സർക്കാരൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞ്, ഏതെങ്കിലും വ്യക്തി പറഞ്ഞാൽ അത് ശരിയാകുമോ, കേന്ദ്ര സർക്കാർ അങ്ങനെ മറുപടി പറയും എന്നൊക്കെ പറഞ്ഞ് ആ വലിയ സന്തോഷത്തിൻ്റെ വാർത്തയെ ചെറുതായി കണ്ട് അതിനെ തല്ലിക്കെടുത്താൻ ശ്രമിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കട്ടെ.